ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എംബ്രോയ്ഡറി നൈറ്റി വളരെ വിശദമായിട്ട് കട്ട് ചെയ്യുകയും സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 3 മീറ്ററുള്ള ഒരു നൈറ്റി തുണിയാണ്. അപ്പോൾ ഇത് 4ആയിട്ട് മടക്കുക. ഇതുപോലെ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 56 ഇഞ്ചാണ്. അതായത് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന മാക്സിയാണ് കേട്ടോ ഇത്. 56 ഇഞ്ചിൽ ലെങ്ത്ത് വരുന്നുണ്ട്, 12 ഇഞ്ചിൽ ചെസ്റ്റും വരുന്നുണ്ട്. ടാപ്പ് വെച്ചിട്ട് 8 ഇഞ്ച് ഷോൾഡർ എടുക്കുക, താഴത്തേക്ക് 8 ഇഞ്ച് ആം ഹോൾ കൊടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഒരു കർവ് വരച്ചു കൊടുക്കുക. ചെസ്റ്റ് എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണ്, ഷേപ്പ് വരുന്നത് 11 ഇഞ്ചാണ്. പിന്നെ വേസ്റ്റ് എടുത്തിരിക്കുന്നത് 13 ഇഞ്ചിലും. നൈറ്റിക്ക് ഇങ്ങനെയുള്ള അളവൊന്നും വേണം, ജസ്റ്റ് ഒരു സുമാർ വെച്ചിട്ട് ചെയ്യുന്നത് കാണാം. എങ്കിലും ഒന്ന് ജസ്റ്റ് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഹിപ്പ് നമ്മൾ എടുത്തിരിക്കുന്നത് 13 ഇഞ്ചാണ് കേട്ടോ. ജസ്റ്റ് ഇനിയിട്ടൊരു ഷേപ്പ് വരച്ചിട്ട് താഴത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരഞ്ഞു കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ. ഇത് സാവധാനം നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. അത് കട്ട് ചെയ്യുമ്പോൾ സ്പീഡാവാൻ പാടില്ല. ബിഗിനേഴ്സ് ആകുമ്പോൾ സാവധാനത്തിൽ കട്ട് ചെയ്തെടുത്താൽ നല്ല പെർഫെക്ഷനിൽ കിട്ടും. എന്നിട്ട് നൈറ്റിയുടെ അടിഭാഗത്ത് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മുകൾ വശം ഫോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഇത് രണ്ടാക്കി കട്ട് ചെയ്യാം. ഇനി നൈറ്റിയുടെ സ്ലീവാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സ്ലീവ് 10 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്, താഴത്തേക്ക് 8 ഇഞ്ചും. ജസ്റ്റ് ഒരു ഷേപ്പ് വരഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ ചെയ്യാം. കട്ട് ചെയ്ത് കിട്ടുന്ന ബാക്കിയുള്ള പീസിനനുസരിച്ച് നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം സ്ലീവിൻ്റെ. അടുത്തത് നെക്ക് കട്ട് ചെയ്തെടുക്കലാണ്. അപ്പോൾ നെക്ക് നിങ്ങൾക്ക് എംബ്രോയ്ഡറി നെക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും കടകളിലൊക്കെ, ചെറിയ പൈസയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ നൈറ്റിയിൽ അറ്റാച്ച് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എംബ്രോയ്ഡറി നെക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ നൈറ്റിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കാണും. അതുപോലെ തന്നെ നെക്കിൻ്റെയും സെൻറ്റർ കാണാം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
അപ്പോൾ നെക്ക് റൗണ്ടിലൂടെ സാവധാനം സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നെക്ക് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് സാവധാനം കട്ട് ചെയ്യുക. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തൂടെ കട്ട് ചെയ്യരുത്. അതിൻ്റെ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടേ നമ്മൾ കട്ട് ചെയ്യാവൂ. എന്നിട്ട് ജസ്റ്റ് ഒരു ടെക്ക് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ടെക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നെക്കിനൊരു പെർഫെക്ഷനായിട്ട് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ വക്കൊന്ന് അടിച്ചിട്ടെടുക്കുക. വക്കടിക്കുമ്പോൾ തമ്പത്തൂടി കൂടെ അടിക്കണം. എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കും. മറിച്ചിട്ട് കൊടുക്കുമ്പോൾ ശരിക്ക് നമ്മുടെ നെക്കിൻ്റെ ഒരു ഡിസൈനിൽ കിട്ടും. എന്നിട്ട് മെല്ലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക തമ്പത്തൂടെ. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സാവധാനം സ്റ്റിച്ച് ചെയ്യണം. കാരണം നെക്കിൻ്റെ ഭംഗിയാണ് ഈ മാക്സിക്കും ഇപ്പം ചുരിദാറായിക്കോട്ടെ ചുരിദാറിനും ഒക്കെ ഒരു നെക്കിന് ഭംഗിയുണ്ടെങ്കിലേ മൊത്തത്തിൽ കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ. അപ്പം നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ട് റെഡിയായി. ഇനി നമ്മുടെ ബാക്ക് കട്ട് ചെയ്ത് നോക്കാം. അത് കഴുത്തകലം വരുന്നത് 3 ഇഞ്ചും കഴുത്തിറക്കം വരുന്നത് 2.5 ഇഞ്ചുമാണ്. അപ്പോൾ ബേക്ക് കഴുത്തടിക്കേണ്ടിയിട്ടുണ്ടെങ്കിൽ 2 ക്രോസ് പീസാണ് വേണ്ടി വരും. അപ്പോൾ ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അതായത് 2.5 ഇഞ്ച് വീതിയിലുള്ള 2 ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ക്രോസ് പീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ക്രോസ് പീസ് ഇങ്ങനെയാണ് അടിക്കേണ്ടത്. എന്നിട്ട് ജസ്റ്റ് ഒരു മടക്കിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. തമ്പത്തൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ട് പിന്നെ നെക്കിലൊന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യുക. രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് ജോയിൻ ചെയ്യുക. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ട് വേണം ജോയിൻ ചെയ്യാൻ. അപ്പോൾ ഇനി സ്റ്റിച്ച് ചെയ്യേണ്ടത് സ്ലീവാണ്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കൂട്ടാനായിട്ട് നമ്മുടെ കട്ട് പീസില്ലേ അത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എത്രത്തോളം ലെങ്ത്ത് വേണോ അത്രത്തോളം കട്ട് പീസ് എടുത്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ നമ്മൾ
ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ലെങ്ത്തൊക്കെ ഒന്ന് നോക്കി രണ്ടിൻ്റെയും ലെങ്ത്ത് ഒരേപോലെയാണെന്ന് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് കട്ടൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സ്ലീവ് നൈറ്റിയിൽ അറ്റാച്ച് ചെയ്യാം. ഇനി ഇതുപോലെ ഒന്നിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കുക. ഇനി ഇതിൽ സിപ്പ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ എംബ്രോയ്ഡറി നൈറ്റി സിബ് വെച്ചിട്ടുള്ളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.